മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും നാഷണൽ കൾച്ചറൽ ഫെസ്റ്റും നടന്നു. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡെൻജോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 40 സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ശ്രമിച്ചു. അതിൻ്റെയും റെലവൻസിനെ ഞാൻ വരാം. എന്നാൽ ഒരു ലിമിറ്റേഷൻ ആയി എയർപോർട്ടിൽ തോന്നിയത് ഇത്രയും 103 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉള്ള നമ്മുടെ ഈ കോളേജ്, റെയിൽവേ സയൻസ് ഡിപ്പാർട്ട്മെന്റുള്ള ഈ കോളേജിൽ ഒരു റിസർച്ച് ഉള്ളതെന്ന് പറഞ്ഞത് ഒരു വലിയ മോർണിംഗ് മാത്രമല്ലേ. എന്നാൽ ഈക്വലി കോമ്പറ്റൻ്റായ ഫാക്കൽറ്റിയും മറ്റ് ഡിപ്പാർട്ട്മെന്റുള്ളതുകൊണ്ട് അതിൽ കുറച്ചുകൂടി ശ്രമം മുൻകരുതൽ ഉണ്ടാവാം. കൂടുതൽ റിസർച്ച് സെന്ററുകളിൽ ഈവൻ ഓർഗാൻസായ സെന്റ് ആൻസി കോളേജ് ഓർഗനൈസേഷൻ സെന്റർ തുടങ്ങിയ കാലത്ത് കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളുടെ റിസർച്ച് തലത്തിലേക്ക് പ്രക്രിയയാവുന്ന ശ്രമം കോളേജ് ഭാഗങ്ങളിൽ ഉണ്ടാകുന്നതാണ് പലപ്പോഴുമായി പറയാം. ബാക്കിയുള്ള അതായത് UG PG തലത്തിലുള്ള ഡൈവേഴ്സിറ്റി അതുപോലെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകളുടെ വളരെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ എക്സ്പ്രഷൻ ആക്ടിവിറ്റി അതിനെ കോളേജിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമത് ഞാൻ എടുത്തത് തുടർന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധാരണ കോളേജുകളിൽ എനിക്ക് നമ്മൾ സെക്യൂരിറ്റി ആകും അക്കാഡമിക്സ് എന്നതിലും എനിക്ക് കൂടുതൽ കുട്ടികളെ വേദി കിട്ടാനോട് അഡ്രസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മുന്നിൽ എന്താണ് ഈ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കൂടുതലായി സംസാരിക്കാനാവും. കോളേജ് മാനേജർ ഡോക്ടർ സിസ്റ്റർ ധന്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ ജെയിംസ് സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, കാവനാട് വാർഡ് മെമ്പർ നിത ജോഷി, PTA വൈസ് പ്രസിഡന്റ് പോൾ പടമാട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന കോളേജ് നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് പ്രശസ്ത സിനിമാ താരവും അവാർഡ് ജേതാവുമായ വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ട്രാവൽ മെന്റർ അവാർഡ് ജേതാവും ബെന്നീസ് റോയൽ ടൂർസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ബെന്നി പാനിക്കുളങ്ങര, KP പത്രോസ് കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ വിൽസൺ KP, കൊച്ചി മുസ്രിസ് ബിനാലെ 2025-26 ഫെയിം ആർട്ടിസ്റ്റും കാർമൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ബിനാലയിൽ പങ്കെടുക്കുന്ന ആദ്യ സന്യാസിനിയുമായ സിസ്റ്റർ റോസ്വിൻ എന്നിവർക്ക് കാർമൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു.